എന്തെങ്കിലും ഒരു സഹായത്തിന് വന്നാ ഞാൻ. എന്ത് സഹായം? എന്റെ മകന് സുഖയില്ല കിടക്കുന്നോണ്ട് എന്തെങ്കിലും ഒരു സഹായം താ. ഇവിടെ സഹായമൊന്നുമില്ല. പൊക്കെ താനൊക്കെ പകല് വന്ന് ഓരോ ലൊക്കേഷൻ ഒക്കെ നോക്കിയിട്ട് ഇവിടെ വൈകുന്നേരം വന്ന് മോഷ്ടിക്കാനുള്ള പരിപാടിയാണ്. സർട്ടിഫിക്കറ്റ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണ്ട വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ. വേണ്ട, പോ സാറ് സർട്ടിഫിക്കറ്റ്. മിസ്റ്റർ സജി, ഞങ്ങൾ ബാങ്കിൽ നിന്ന് വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് വർഷങ്ങളായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പല നാളുകളായിട്ടുള്ള കുടിശ്ശികയാണ്. അതിൻ്റെ നിയമ നടപടിക്ക് വന്നിരിക്കുകയാണ്. 3-4 തവണയായിട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് അയച്ചിട്ട് താങ്കളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് അയച്ചിട്ട് പഠിക്കാൻ വന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ചെയ്യാനൊരു നമ്പറെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. മാഡം, നോട്ടീസ് വെച്ചോളൂ. ഒരു സാവകാശം കൂടി. സജി, ഇന്നത്തേക്ക് 3 ദിവസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ 3 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുവന്ന് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാൾ കൂടെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അതിലപ്പുറം ഒന്നും പറ്റത്തുന്നില്ല. നടക്കത്തില്ല സജി, ഞങ്ങൾ കുറെ നാളായിട്ട് ഇതിന്റെ പുറകെ നടക്കണത്. നടക്കത്തില്ല മാഡം. ഇതിനകത്ത് കുറച്ച് പൈസ ഉണ്ട്, ഇത് ബാങ്കിൽ കൊടുക്കാൻ പറ്റും. ചേട്ടാ, എൻ്റെ കമ്മലും മാലയൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് വിറ്റിട്ടാണെങ്കിലും ബാങ്കിലെ പൈസ അടച്ച് നിർത്തി ഒഴിവാക്കും. അച്ഛൻ്റെ അമ്മ തന്നെ ഞാൻ കണ്ടായിരുന്നു. ഞാനേ വന്ന വഴി എന്റെ കയ്യിൽ നിന്ന് ഒരു പേഴ്സ് പോയായിരുന്നു. പേഴ്സാ? സ്വർണം പണയം വെക്കാൻ പോയിരുന്നു. അത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഒരു 1.5 പവൻ സ്വർണത്തോളം ഉണ്ടായിരുന്നു. സ്വർണ്ണമുണ്ടോ? ഞാൻ മൊത്തം നോക്കി, അവിടെയൊക്കെ നോക്കി, പക്ഷെ കാണുന്നില്ല. ഞാൻ വന്നവരുടെയൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ നോക്കിട്ടോ? ഇല്ല, വീട്ടിലില്ല. വീട്ടിൽ ഞാൻ നോക്കിയിട്ട് വന്നോ. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? നമ്മളെ വീട്ടിൽ ഒരു അപ്പൂപ്പൻ വന്നില്ലായിരുന്നാ? ഏതപ്പൂപ്പൻ? ഒരു സഹായം ചോദിച്ചോണ്ട് വന്നു. ആ അപ്പൂപ്പൻ കൊണ്ട് തന്നെ. നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്ന കിനാവും പുഞ്ചിരിച്ചന്തമിഴും ഈറൻറാവുകളും മുന്തിരിച്ചുണ്ടുകളും ദിഞ്ഞാമുമ്മകളും അപ്പൂപ്പന്റെ വീട് നിനക്കറിയാമോ? എന്റെ സ്കൂളിൽ പോണ വഴിയാ. അതിലും വഴി പോകുമ്പോ ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഞങ്ങളെ മനസ്സിലായ? കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പേഴ്സ് ചേട്ടനാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നത്. പൈസ ഒന്നും വേണ്ട മക്കളെ, എനിക്ക് അർഹതപ്പെടാത്തതൊന്നും എനിക്ക് വേണ്ട. അതല്ലേ അന്ന് പേഴ്സ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് തന്നത്, അല്ലേ ഞാനത് കൊണ്ട് പൊക്കളയല്ലേ. അന്ന് ഞാൻ മോൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു 10 രൂപയെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായിട്ട് ഞാൻ പോകുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട മക്കളെ, എൻ്റെ മകൻ ആശുപത്രിയിൽ നിന്ന് പോകുന്നു.